എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് എന്ന് പറയുന്ന പ്രോബ്ലം വളരെ പെട്ടെന്ന് നമുക്ക് ഒരു ട്രിക്ക് ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിയേ, ഇതാണ് നമ്മുടെ ചോദ്യം വന്നിട്ടുള്ളത്. എ പോയിന്റ് ഈസ് 20 mm ബിലോ HP ആൻഡ് 30 mm ബിഹൈൻഡ് VP. ഇറ്റ്സ് ടോപ്പ് വ്യൂ വിൽ ബി. എവിടെയാണെന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. നോക്കിയപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ നമ്മൾ ചെയ്തിരുന്ന മെത്തേഡ് എന്ന് പറയുന്നത് അതിനെ കൃത്യമായിട്ട് ആ ക്വാഡ്രന്റിലേക്ക് ആക്കി എവിടെയാണ് വരുന്നത് നോക്കിയിട്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് എന്താണ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഇമാജിനേഷൻ രീതിയിൽ കൊണ്ടുവന്ന് അതിനെ എന്ത് ചെയ്യണം, നമുക്കത് കൃത്യമായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്ക് വളരെ ചെറിയ സമയം കൊണ്ടില്ല, ടൈം കൺസ്യൂമിംഗ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്, ഒരു മെത്തേഡാണത്. അപ്പോൾ ആ ഒരു മെത്തേഡ് മാറ്റിക്കൊണ്ട് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പാകത്തിലേക്ക് ഒരു ട്രിക്ക് ഉപയോഗിച്ച് കണ്ട് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നോക്കി, നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പ്രകാരം നമുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു XY ലൈൻ നമ്മൾ മാർക്ക് ചെയ്യാണ്. ഓക്കെ അല്ലേ, ഈ കാണുന്നത് ഒരു XY ലൈനാണ്. XY ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. XY ലൈനിൽ നമുക്കറിയാം അതിൻ്റെ മുകളിലുള്ള പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എബോവ് എന്നും ഓക്കെ അല്ലേ, എബോവ് എന്നും അതേപോലെ തന്നെ ബിഹൈൻഡ് എന്നും മാർക്ക് ചെയ്യുന്നു. നോക്കിയപ്പോൾ എബോവ് ബിഹൈൻഡും XYന്റെ മുകളിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് താഴേക്ക് എന്ത് എഴുതാം നോക്കിയേ, എബോവിന്റെ ഓപ്പോസിറ്റ് എന്താ വരിക, ബിലോ അല്ലേ. ദെൻ ബിഹൈൻഡ് ഓപ്പോസിറ്റ് എന്താ വരുന്നത്, ഇൻഫ്രണ്ട് അല്ലേ. അത് നമുക്ക് അറിയുന്ന കാര്യമാണല്ലേ. അപ്പോൾ ഇത്ര കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോബ്ലം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നോക്കി, എബോവ് ബിഹൈൻഡും XYന്റെ മുകളിൽ വരയ്ക്കുക. ദെൻ XY ലൈന് താഴെയായിട്ട് എന്ത് ചെയ്യുക, ബിലോവും ഇൻഫ്രണ്ടും മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, സെറ്റ് അല്ലേ. നോക്കിയടാ, അപ്പോൾ നമ്മളെ ഈ ഒരു പ്രോബ്ലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കിയേ, എ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ X ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈസ് 20 mm ബിലോ HP എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 30 mm ബിഹൈൻഡ് VP എന്നും പറഞ്ഞിട്ടുണ്ട്. നോക്കിയടാ, ബിലോ എന്ന് പറയുമ്പോൾ താഴെയാണല്ലേ, XYന് താഴെയാണുള്ളത്. അത് നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ, അത് എത്രയാണ് വരുന്നത്, 20 ആണ്. 20 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഏതാണ് വരുന്നത്, ഇതാ നോക്കിയേ, ഇവിടെ നമുക്ക് അടുത്തത് പറഞ്ഞിട്ടുള്ളത് 30 mm ബിഹൈൻഡ് VP ആണ്. ബിഹൈൻഡ് വരുന്നത് എവിടെയാണ്, നോക്കിയേ XY ലൈനിന്റെ മുകളിലാണ്. ദാറ്റ് മീൻസ് അതും ഞാനിവിടെ മാർക്ക് ചെയ്യാണ്. നോക്കിയേ, അപ്പോൾ എന്ത് കിട്ടി, ഇവിടെ മുകളിലായിട്ട് അല്ലേ, XY ലൈന് മുകളിലായിട്ട് 30 mm കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മളെ പ്രോബ്ലം ഏകദേശം ഒരു 50% കഴിഞ്ഞു. ഇനി എന്ത് ചെയ്താൽ മതി, ഇതിൽ ഏതാണ് ഫ്രണ്ട് വ്യൂ ഏതാണ് ടോപ്പ് വ്യൂ എന്നുള്ളതാണ് അറിയേണ്ടത്. നോക്കിയടാ, ഇതിലെ നോക്കി നമുക്ക് മനസ്സിലാക്കണം. നമുക്കറിയാം ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യുന്നത് നമുക്കറിയാം. ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യുന്നത് അവിടെ ഒരു ഡാഷ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ആ ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യാൻ മനസ്സിലാക്കാനായിട്ട് നമുക്കറിയാം ഈ രണ്ട് ലൈനിലും നമ്മളവിടെ ഈ രണ്ട് പോയിന്റിലും നമുക്ക് വരയ്ക്കുന്നത് എന്താണ്, X ആണ് പോയിന്റ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് സ്ഥലത്തും X എന്ന് തന്നെ മാർക്ക് ചെയ്ത് വെക്കുക. ഇനി ഇതിൽ ഏതാണ് ഫ്രണ്ട് വ്യൂ എന്നുള്ളതാണ് അറിയേണ്ടത്. ഒന്നുമില്ല, അത് ഓർത്ത് വെക്കാൻ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഇവിടെ HP റിലേറ്റ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഡയമെൻഷൻ ഏതാണെന്ന് നോക്കുക. ആ ഡയമെൻഷൻ ആയിരിക്കും ഫ്രണ്ട് വ്യൂവുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നുണ്ടാവുക. ദാറ്റ് മീൻസ് ഓർത്തിരിക്കേണ്ടത് ഫ്രണ്ട് വ്യൂ മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യുക, HP പറയുന്ന ഏതാണോ ഡയമെൻഷൻ അതിനെന്ത് ചെയ്യുക, അതിനെ ഡാഷ് ഇട്ട് മാർക്ക് ചെയ്യുക. ദാറ്റ് മീൻസ് ഇവിടെ ഏതാ പറഞ്ഞ നോക്കിയേ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് 20 mm ആണല്ലേ. 20 mm ബിലോ HP എന്നാ പറയുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ എന്ത് വരും, 20 mm എവിടെയുണ്ടോ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഡാഷ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായിരിക്കും അതിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നുണ്ടാവുക. ഓക്കെ അല്ലേ. നോക്കിയേ, അപ്പോൾ ഇവിടെ 30 mm എബോവ് XY ലൈന് അതിന്റെ ടോപ്പ് വ്യൂ വന്നിട്ടുണ്ട്. 20 mm ബിലോ XY ലൈൻ അതിന്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നോക്കിയേ, അപ്പോൾ ചോദ്യം വന്നുള്ളത് ടോപ്പ് വ്യൂ വിൽ ബി എന്നുള്ളതാണ്. ഏതാണ് ടോപ്പ് വ്യൂ എന്നാണ് ചോദിച്ചുള്ളത്. നമുക്കറിയാം അതേതാ വരിക, 30 mm എബോവ് XY ലൈനാണ്. നോക്കി, ആൻസർ വരുന്നുണ്ടാവുക ഏതായിരിക്കും, ഓപ്ഷൻ D ആയിരിക്കും. വളരെ എളുപ്പത്തിൽ കിട്ടിയില്ലേ. ഇപ്പൊ നമുക്ക് ഇതുപോലെ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ, സെറ്റിൽ ആകെ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നമ്മൾ എന്ത് ചെയ്യുക, XY ലൈൻ കൺസിഡർ ചെയ്യുക. XY ലൈന് തൊട്ട് മുകളിലായിട്ട് എബോവ് ബിഹൈൻഡ് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, XY ലൈന് താഴെയായിട്ട് നേരെ ഓപ്പോസിറ്റ് വരുന്ന ബിലോ ഇൻഫ്രണ്ട് മാർക്ക് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ തന്നിട്ടുള്ള ഡയമെൻഷൻ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത് ഫ്രണ്ട് വ്യൂവിന് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഡാഷ് ഇട്ട് മാർക്ക് ചെയ്യുന്നുണ്ടാവുക. അവിടെ ഡാഷ് ഇടേണ്ടത് എന്തിനാണ്, HP-യുമായി റിലേറ്റ് ചെയ്ത് പറയുന്ന ഡയമെൻഷൻ എന്ത് ചെയ്യുക, ഡാഷ് ഇട്ട് മാർക്ക് ചെയ്യുക. ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. അങ്ങനെയാണെങ്കിൽ നോക്കിയടാ, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ പറ്റും, എ പോയിന്റ് A ഈസ് 25 mm എബോവ് HP ആൻഡ് 30 mm ബിഹൈൻഡ് VP.
ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടത് വളരെ എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളൊരു XY ലൈൻ അങ്ങ് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന് തൊട്ട് മുകളിൽ വരുന്നത് എബോവ് ഉണ്ട് എന്നുള്ള ഓർക്കുക. ഓക്കെ അല്ലേ? എബോവ് ഉണ്ട് എന്നുള്ളത് ഓർക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ബിഹൈൻഡ് ഉണ്ട് എന്നുള്ളതും ഓർത്ത് വെക്കുക. എബോവ് ഉണ്ട്, ബിഹൈൻഡ് ഉണ്ട്. തൊട്ട് താഴെ എന്തുണ്ടാവും നോക്കിയേ, ബിലോ ഉണ്ടാവും. ഓക്കെ അല്ലേ? ബിലോ ഉണ്ടാവും. അതേപോലെ തന്നെ എന്തുണ്ടാവും, ഇൻഫ്രണ്ടും ഉണ്ടാവും. ഓക്കെ അല്ലേ? ക്ലിയർ? അപ്പോൾ ഇനി എന്ത് ചെയ്യുക, നെക്സ്റ്റ് നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് വരിക. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു നോക്കിയേ, എ പോയിന്റ് എ ഈസ് 25 mm എബോവ് HP എന്നും അതുപോലെ 30 mm ബിഹൈൻഡ് VP എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 25 mm എബോവ് HP ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ മുകളിലായിട്ട് XY ലൈന് മുകളിലായിട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇത് 25 ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ അടുത്തത് ഏതാണ് പറഞ്ഞത് നോക്കിയേ, നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, 30 mm ബിഹൈൻഡ് VP. അതും എന്താണ്, മുകളിൽ തന്നെയാണ് വരുന്നത്. അതെന്ത് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ എന്താണ്, ഈ കാണിച്ചിട്ടുള്ള ഈ ഒരു ലൈൻ ആയിരിക്കും, എന്തായിരിക്കും നമുക്കറിയാം, ആ ലൈൻ എന്ന് പറയുന്നത് 30 mm ആണെന്നുള്ളതും ഓർത്തിരിക്കുക. 30 mm ആണ് ആ ഒരു പോയിന്റ് വരുന്ന കാര്യം ഓർത്തിരിക്കുക. നമുക്കിവിടെ തന്നിട്ടുള്ളത് ഇനി എന്താ അറിയേണ്ടത്, ഏതാണ് ഫ്രണ്ട് വ്യൂ, ഏതാണ് ടോപ്പ് വ്യൂ എന്ന് അറിയണം. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, രണ്ടിനും എന്താണ് A എന്നുള്ള പോയിന്റ് ആണല്ലേ. അപ്പോൾ A എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഇനി അറിയേണ്ടത് ഏതാണ് ഫ്രണ്ട് വ്യൂ അല്ലെ. ഫ്രണ്ട് വ്യൂ എവിടെയാണ് ഡാഷ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അത് നമുക്കറിയാം, HP-യുമായി റിലേറ്റ് ചെയ്യുന്ന ഡയമെൻഷനാണ് അത് കൊടുക്കേണ്ടത്. ഇവിടെ നോക്കിയേ, HP-യുമായി റിലേറ്റ് ചെയ്യുന്ന ലൈൻ ഏതാണ്, ഇവിടെ നോക്കിയേ, എബോവ് HP 25 mm എബോവ് HP 25 എന്ന് പറയുന്ന ആ ഒരു ഡയമെൻഷനാണ് HP-യുമായി റിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് മീൻസ് എന്ത് ചെയ്യുക, ഇവിടെ A ഡാഷ് കൊടുക്കേണ്ടത് 25 mm ഉള്ളതാണെന്നുള്ളത് ഓർത്തിരിക്കുക, അത് മാർക്ക് ചെയ്യുക. ദാറ്റ് മീൻസ് ഇവിടെ എന്ത് സംഭവിക്കും, ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നതും അതുപോലെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നതും എന്താണ്, XY ലൈന് മുകളിലാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. XY ലൈന് മുകളിലാണ് വന്നിട്ടുള്ളത് മനസ്സിലായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ രീതിയിൽ ചോദ്യം ചെയ്യാനായിട്ട് സാധിച്ചു. ദെൻ അടുത്ത നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പോയിന്റ് B ഈസ് 50 mm ബിലോ HP ആൻഡ് 60 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മുടെ XY ലൈൻ പ്ലോട്ട് ചെയ്യുന്നു. XY ലൈൻ പ്ലോട്ട് ചെയ്തു. എബോവും അതുപോലെ തന്നെ ബിഹൈൻഡും എന്താണ്, മുകളിലാണ്, XYന്റെ മുകളിലാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ബിലോവും അതുപോലെ തന്നെ ഇൻഫ്രണ്ടും താഴെയാണ് വരിക, XYന് താഴെയാണ് വരുന്നുണ്ട് നമുക്കറിയാം. ഇവിടെ പറയുന്നത് 50 mm എന്താണ്, ബിലോ HP എന്നും. ഓക്കെ അല്ലേ? 50 mm ബിലോ HP എന്നും പറയുന്നുണ്ട്. 50 mm ബിലോ HP എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 60 mm ഇൻ ഫ്രണ്ട് ഓഫ് VP എന്നും പറഞ്ഞിട്ടുണ്ട്. നോക്കിയാൽ അപ്പോൾ ബിലോ HP എന്ന് പറയുന്നത് നമുക്കറിയാം XYന് താഴെയാണ് വന്നിട്ടുള്ളത്. XYന് താഴെയാണ് വരുന്നത്, അത് മാർക്ക് ചെയ്യുന്നു. ഓക്കെ അല്ലേ? അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ അത് എത്രയാണ് വരുന്നത്, അതിന്റെ വാല്യൂ, അതിന്റെ ഡയമെൻഷൻ പറയുന്നത് 50 ആണ്. അത് 50 മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്തത് വരുന്നത് എത്രയാണ് നോക്കിയേ, അടുത്തത് വരുന്നത് നമുക്കറിയാം 60 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ് പറഞ്ഞത്. 60 mm ഇൻ ഫ്രണ്ട് ഓഫ് VP, അതും എന്താണ് വരുന്നത്, അത് നമുക്കറിയാം XYന് താഴെയാണ് വരിക. അതും എന്ത് ചെയ്യുക, അതും മാർക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കാണിച്ചിട്ടുള്ളതായിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത് 60 mm എന്നുള്ളത്. ഓക്കെ അല്ലേ? 60 mm എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. 60 mm എന്നുള്ളത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അറിയേണ്ടത് ഏതൊക്കെയാണ് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം 2 പോയിന്റ്, നമുക്ക് B എന്ന പോയിന്റാണ് പറഞ്ഞതിൽ നമ്മൾ B എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ HP-യുമായി റിലേറ്റ് ചെയ്ത് പറയുന്നത് 50 mm ആണ്. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാഷ് ഇട്ട് കൊടുക്കുന്നു. B എന്ന് വന്നു. ദാറ്റ് മീൻസ് വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? പ്രൊജക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഈ ഒരു പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ ചെറിയ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ വളരെ ആക്യുറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. അതെല്ലാവരും തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് ഇതിന്റെ ആൻസർ എങ്ങനെയാണ് വരുന്നത്, എവിടെയാണ് അതിന്റെ ടോപ്പ് വ്യൂ വരുന്നത്, എവിടെയാണ് അതിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി ഈ ഒരു മെത്തേഡിലൂടെ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.